Dear students, you have already studied the basic concepts of a microscope. പ്രിയപ്പെട്ട കുട്ടികളെ, മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ച അടിസ്ഥാന വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. We have already studied the different parts of a compound microscope and their use. മൈക്രോസ്കോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചും നാം മനസ്സിലാക്കി. Accuracy in using a microscope can be attained only through practice. പരിശീലനത്തിലൂടെ മാത്രമേ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നതിൽ കൃത്യത കൈവരിക്കാൻ നമുക്ക് സാധിക്കൂ. What are the things that children need to pay attention to before preparing the observation object? നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നതിന് മുൻപ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം? To take this section of the material, new blade should be used. നിരീക്ഷണ വസ്തുവിൻ്റെ ഛേദം എടുക്കുന്നതിനായി പുതിയ ബ്ലേഡ് ഉപയോഗിക്കണം. Care should be taken to make the sections as thin and complete as possible. ഛേദങ്ങൾ പരമാവധി നേർത്തതും പൂർണ്ണവുമാകാൻ ശ്രദ്ധിക്കണം. Be careful while using the blade to avoid injury. ബ്ലേഡ് കൈകാര്യം ചെയ്യുമ്പോൾ കൈ മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. Bring a clean towel, cloth or tissue paper. വൃത്തിയുള്ള തുവാല, തുണി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഏതെങ്കിലും കൊണ്ടുവരണം. ഗ്ലാസ് ആക്സസറീസ് ഷുഡ് നോട്ട് ബി ഹാൻഡിൽഡ് കെയർലെസ്ലി ആൻഡ് ഷുഡ് നോട്ട് ബ്രേക്ക്. ഗ്ലാസ് കൊണ്ടുള്ള അനുബന്ധ ഉപകരണങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് പൊട്ടിപ്പോകാൻ ഇടയാകരുത്. Care should be taken to avoid air bubbles when placing the cover glass. കവർ ഗ്ലാസ് ഇടുമ്പോൾ വായു കുമിളകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. Excess water and glycerin on the slide should be removed and placed on the stage. സ്ലൈഡിലുള്ള അധിക ജലവും ഗ്ലിസറിനും തുടച്ചു മാറ്റിയ ശേഷമേ സ്റ്റേജിൽ സ്ലൈഡ് വെക്കാവൂ. Be careful not to touch the objective lens on the slide while focusing the microscope. മൈക്രോസ്കോപ്പ് ഫോക്കസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് സ്ലൈഡിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫോക്കസ് ഓൺ ദി സെക്ഷൻ ഫസ്റ്റ് വിത്ത് എ ലോ പവർ ലെൻസ്. ലോ പവർ ലെൻസ് ഉപയോഗിച്ചാണ് ആദ്യം ഛേദത്തെ ഫോക്കസ് ചെയ്യേണ്ടത്. ആഫ്റ്റർ ഫോക്കസിംഗ് ഓൺ ലോ പവർ, the lens should be switched to high power. ലോ പവറിൽ ഫോക്കസ് ചെയ്ത ശേഷം ലെൻസ് ഹൈ പവറിലേക്ക് മാറ്റണം. യൂസ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് ഓൺലി ഇൻ ഹൈ പവർ. ഹൈ പവറിൽ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് മാത്രമേ ഉപയോഗിക്കാവൂ. Do not use the coarse adjustment knob in high power.
ഹൈ പവറിൽ കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉപയോഗിക്കരുത്. ചിൽഡ്രൻ ഷുഡ് ഏബിൾ ടു ഐഡന്റിഫൈ the low power objective lenses and high power objective lenses. കുട്ടികൾക്ക് ലോ പവറിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസും ഹൈ പവറിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസും തിരിച്ചറിയാൻ സാധിക്കണം. The lenses are used to magnify the object. വസ്തുക്കളെ വലുതായി കാണുന്നതിനാണ് ഒബ്ജക്റ്റീവ് ലെൻസിൽ ലെൻസുകൾ ഉപയോഗിക്കുന്നത്. The letter X is used to show the magnification power of the microscope. മൈക്രോസ്കോപ്പിൽ X എന്ന ചിഹ്നമാണ് ആവർത്തന ശേഷി സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. The power of the lens to magnify the object is its magnification power. എന്താണ് ആവർത്തന ശേഷി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവിനെയാണ് ആവർത്തന ശേഷി എന്ന് പറയുന്നത്. The magnification power of the microscope means how many times the object can be magnified. വസ്തുക്കളെ എത്ര മടങ്ങ് വലുതാക്കി കാണിക്കാം സാധിക്കും എന്നതാണ് ആവർത്തന ശേഷി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The three objective lenses seen in the compound microscope have three different magnification power. മൈക്രോസ്കോപ്പിൽ ഘടിപ്പിച്ചിട്ടുള്ള 3 ഒബ്ജക്റ്റീവ് ലെൻസുകൾക്ക് വ്യത്യസ്ത ആവർത്തന ശേഷിയാണ് ഉള്ളത്. The low power lenses are marked as 10x and high power lenses are marked as 45x. ലോ പവറിലുള്ള ലെൻസിന്മേൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 10x എന്നാണ്. ഹൈ പവറിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസിന്മേൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 45x എന്നാണ്. This type of marking can be seen in eyepiece also. So what is the magnification power of the microscope? Magnification power of the microscope is the result of multiplying the numbers seen in the objective lens and the eyepiece. ഐപീസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ കാണാം. ഒബ്ജക്റ്റീവ് ലെൻസിലും ഐപീസിലുമുള്ള ഇങ്ങനെ രേഖപ്പെടുത്തിയ സംഖ്യകളുടെ ഗുണന ഫലമാണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി. The object can be clearly observed under a microscope only with the proper light adjustment using the mirror, diaphragm and condenser. ഉചിതമായ പ്രകാശ ക്രമീകരണത്തിലൂടെ മാത്രമേ മൈക്രോസ്കോപ്പിൽ വസ്തുവിനെ വ്യക്തമായി നിരീക്ഷിക്കാനാകൂ. What are the precautions to be taken to avoid damaging the microscope? മൈക്രോസ്കോപ്പ് കേടുവരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? Keep the microscope covered with a cloth or plastic cover to prevent dust. മൈക്രോസ്കോപ്പ് പൊടി കയറാതെ തുണിയോ പ്ലാസ്റ്റിക് കവറ് കൊണ്ടോ പൊതിഞ്ഞ് സൂക്ഷിക്കുക. Store the silica gel inside the microscope box to reduce moisture.
ഈർപ്പം കുറയ്ക്കാൻ മൈക്രോസ്കോപ്പിൻ്റെ ബോക്സിനുള്ളിൽ സിലിക്ക ജെൽ സൂക്ഷിക്കുക. യൂസ് ലെൻസ് ക്ലീനിങ് പേപ്പർ ടു ക്ലീൻ ദ ലെൻസസ്. ലെൻസുകൾ വൃത്തിയാക്കാൻ ലെൻസ് ക്ലീനിങ് പേപ്പറുകൾ ഉപയോഗിക്കുക. These are the things children should pay attention to. ഇതെല്ലാമാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.